അത് വരുമ്പോഴും കാറിലാണ് പോകുന്നത്. തിരിച്ചതുപോലെ ഇറങ്ങിയപ്പോൾ നമ്മളെങ്ങനെ കാണും. പേര് എനിക്കറിയില്ല. ഇവിടെ വന്നിട്ടുണ്ട്. മലയാള സിനിമയിൽ ജയറാം എന്ന നടൻ സ്ഥാനം ഉറപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതിന് കാരണക്കാരൻ അതിന് ഒരൊറ്റ പേര് തന്നെയാണുള്ളത്. ഒരു സമയത്ത് ജയറാം എന്ന നടനോളം പരിഹാസത്തിനും ആക്ഷേപത്തിനും പാത്രമായ നടൻ മലയാള സിനിമയിൽ തന്നെ ഉണ്ടായിട്ടില്ല. എല്ലാത്തിനും ഒരു സമയമുണ്ടല്ലോ എന്ന വാക്കിനെ അനശ്വരമാക്കിക്കൊണ്ട് മലയാള സിനിമയ്ക്ക് ഒരു സംവിധായകൻ ഉദയം ചെയ്യുന്നു. എല്ലാവരും മാറ്റി നിർത്തപ്പെട്ടവനെ എനിക്ക് വേണമെന്ന് പറഞ്ഞ് ആ സംവിധായകൻ ജയറാമിനെ ഒപ്പം നിർത്തി സിനിമകൾ ചെയ്യുന്നു. സിനിമ ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് നായകൻ ജയറാം മാത്രം. ചെയ്യുന്ന സിനിമകൾ ഒന്നിനൊന്ന് ഗംഭീരമായി വിജയിക്കുകയും ജയറാം എന്ന നടന്റെ പുതുയുഗ പിറവിക്ക് കാരണമാവുകയും ചെയ്യുന്നു. ഒന്നിൽ നിന്നും തുടർച്ചയായി 16 സിനിമകൾ, ഒരേ നടൻ അതേ സംവിധായകൻ. വിജയ ചിത്രങ്ങൾ മാത്രം മലയാളികൾക്ക് സമ്മാനിച്ച ആ സംവിധായകന്റെ പേര് ഇന്ന് ജയറാം എന്ന നടന്റെ ജീവിതത്തിൽ ബാക്കിയില്ലെങ്കിലും മലയാളികൾക്ക് ഇന്നും മേലെ പറമ്പിൽ ആൺവീട് എന്ന സിനിമയും കടിഞ്ഞൂൽ കല്യാണവും കഥാനായകനുമൊക്കെ കാണുമ്പോൾ ഇതെല്ലാം ജയറാമിന്റെ സിനിമ എന്നതിനപ്പുറം ഇത് നമ്മുടെ സ്വന്തം രാജസേനന്റെ സിനിമകളാണെന്ന് പറയുവാനാണ് ഇഷ്ടം. അങ്ങനെ ഒരു മുഖം കിട്ടിയാലേ നമുക്ക് ഡയലോഗ് വരെ എഴുതാൻ പറ്റത്തുള്ളൂ. അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. അണിച്ചീസ് വേൾഡ് എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നേരെ കാര്യത്തിലേക്ക് വരാം. ഇതുവരെ നിങ്ങൾ കാണാത്ത എന്നാൽ ഉറപ്പായും കണ്ടിരിക്കേണ്ട നമ്മുടെ സംവിധായകൻ രാജസേനൻ സാറിന്റെ വീട്, അദ്ദേഹം ജനിച്ചു വളർന്ന അദ്ദേഹത്തിന്റെ കുടുംബ വീട്, ഒപ്പം തന്നെ അദ്ദേഹം ഇപ്പോൾ കുടുംബ വീട്ടിലേക്ക് എത്തി എന്നാലും താമസിക്കുന്ന അദ്ദേഹത്തിന്റെ സഹോദരിയുടെ പുതിയ വീട്. അപ്പോൾ ഇന്ന് നമ്മുടെ വീഡിയോയിലൂടെ ഈ 2 വീടുകളുമാണ് നിങ്ങളെ കാണിക്കുവാനായി പോകുന്നത്. ഞാൻ ഈ നിൽക്കുന്നത് അദ്ദേഹത്തിന്റെ വീടിന് മുന്നിലല്ല. ഇവിടെ നിന്നും 1 മിനിറ്റ് മാത്രം മുന്നിലേക്ക് അദ്ദേഹത്തിന്റെ പുതിയ വീട്ടിലേക്കും അവിടെ നിന്നും 30 സെക്കൻഡ് മാത്രം മുന്നിലേക്ക് അദ്ദേഹത്തിന്റെ കുടുംബ വീട്ടിലേക്കും. അപ്പോൾ മലയാളി മനസ്സ് തൊട്ടറിഞ്ഞ അതുല്യ പ്രതിഭയുടെ വീട്ടിലേക്ക് എത്തുവാനുള്ള നമ്മുടെ യാത്ര തുടരുമ്പോൾ കാണാൻ പോകുന്ന കാഴ്ചകളിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. തിരുവനന്തപുരം വെഞ്ഞാറമൂട്, വെഞ്ഞാറമൂട് നിന്നും വേളാവൂർ, വേളാവൂർ നിന്നും 5 മിനിറ്റോളം മുന്നിലേക്ക് പോകുമ്പോൾ മത്തനാട്, 1 മിനിറ്റോളം മുന്നിൽ നേരെ എത്തുന്നത് നമ്മുടെ സ്വന്തം രാജസേനൻ സാറിന്റെ വീടിന് മുന്നിൽ തന്നെ. രാജസേനൻ സാറിന്റെ കുടുംബ വീടാണത്. ഈ വീടല്ലേ രാജസേനൻ സാർ വെച്ചതല്ല, അവരെ മോളെ ഭർത്താവ് വിളിച്ചത്. അപ്പൊ സാറിന്റെ വീട് ഇവിടെ ഈ കാറ്റങ്ങാരി ചെല്ലുമ്പോഴത്തേക്ക് ഇടേ സൈഡിലോട്ട് കാണാൻ തേരിയിരിക്കണം. അപ്പോൾ ഇതാണ് നമ്മുടെ രാജസേനൻ സാറിന്റെ സഹോദരിയുടെ വീട്. ഇവിടെയാണ് അദ്ദേഹം ഇടയ്ക്കെല്ലാം വന്ന് നിൽക്കാറുള്ളത്. ഇവിടെ നിന്ന് 1 മിനിറ്റ് മുന്നിലേക്ക് നടക്കുമ്പോൾ 1 മിനിറ്റിന് ആവശ്യമുള്ള അവിടെ അത്ര അടുത്താണ് ഇദ്ദേഹം ജനിച്ചു വളർന്ന കുടുംബം ഉള്ളത്. നമ്മളിപ്പോൾ ഇവിടെ നിന്നും അങ്ങോട്ടാണ് പോകുന്നത്, ആ തറവാടിലേക്കാണ് പോകുന്നത് രാജസേനൻ സാറിന്റെ. ആവണി പൊന്നു ഞാലാടിക്കാം നിന്നെ ഞാൻ. അബ്ദുൽ അസീസ് രാജസേനെ ഇവിടെ വരപ്പോഴെല്ലാം കാണും, ഈ കട നടത്തുന്നു, അതുകൊണ്ട് ഇവിടെ കാണും. പിന്നെ ഈയിടെയൊക്കെ ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ മലയാളികളുടെ സ്വന്തം സംവിധായകൻ രാജസേനൻ സാറ് ജനിച്ചു വളർന്ന സിനിമയിലേക്ക് എത്തിയതിനു ശേഷവും താമസിച്ചിരുന്ന ഈ വീടിന് മുന്നിൽ നിൽക്കുമ്പോൾ സത്യം പറഞ്ഞാൽ സന്തോഷമുണ്ട്. എന്റെ സന്തോഷം എന്നതിനപ്പുറം നമുക്ക് നേരെ കടക്കാം കാഴ്ചകളിലേക്കും വിശേഷങ്ങളിലേക്കും. 1984 ആഗ്രഹം എന്ന ചിത്രത്തിലൂടെ രാജസേനൻ എന്ന സംവിധായകന്റെ അരങ്ങേറ്റം, തുടർന്ന് കടിഞ്ഞൂൽ കല്യാണം, അയലത്തെ ബന്ധം, മേലെ പറമ്പിലാൻ വീട്, CID ഉണ്ണികൃഷ്ണൻ BA B.Ed, വാർദ്ധക്യ പുരാണം, ആദ്യത്തെ കൺമണി, അനിയൻ ബാവ ചേട്ടൻ ബാവ എന്നിവ അദ്ദേഹത്തിന്റെ ശ്രദ്ധേയമായ സിനിമകളാണ്. എന്റെ പേര് ലീല ബി എന്നാണ്. രാജസേനൻ നമ്മളുടെ അയൽവാസിയാണ്. പിന്നീട് അദ്ദേഹത്തിന്റെ സിനിമകളൊക്കെ കാണാറുണ്ട്. പിന്നെ അവരുടെ അച്ഛനും അമ്മയും ഒക്കെ താമസിക്കുന്നത് ഇവിടെ അടുത്താണ്. നല്ല നെരുപ്പ് കുച്ചേ.
മന്ത്രിയായി ചൂട ഭരിക്കാൻ ആരും ഇതുവരെ കിട്ടിയില്ലല്ലേ. അദ്ദേഹം തന്നെ സംവിധാനം ചെയ്ത ശ്രീകൃഷ്ണപുരത്തെ നക്ഷത്ര തിളക്കം, ഡാർലിംഗ് ഡാർലിംഗ്, ഭാര്യ 1 മക്കൾ 3 എന്നീ ചിത്രങ്ങളിൽ പ്രധാന വേഷങ്ങളിൽ അദ്ദേഹം എത്തുകയും ചെയ്തു. അതായത് കാര്യസ്ഥന്റെ മുഖം വേറൊരാൾ കിട്ടുന്നില്ല. പുറം ജോലിക്ക് ഒരു പണിക്കാരി കൊണ്ടുവന്നിട്ടുണ്ട്. ഒരു മൂത്ത മോൻ രാജസേനൻ, രണ്ടാമത്തത് രാജീവ്, മൂന്നാമത് പിന്നെ രാജശ്രീ, നാലാമത്തെ കൊച്ചിൻ്റെ പേര് എനിക്കറിയില്ല, പിന്നെ അഞ്ചാമത്തെ സുരേഷണ്ണൻ, ആറാമത്തെ കണ്ണൻ. അപ്പോൾ ഈ പുറകെ കാണുന്ന വീടാണ് രാജസേന സാർ മകൾക്ക് വെച്ചു കൊടുത്ത വീടല്ലേ? വെഞ്ഞാറമൂട്ടിൽ ഡാൻസ് മാസ്റ്റർ ആയിരുന്ന മരുതൂർ അപ്പുക്കുട്ടൻ നായരുടെയും രാധാമണി അമ്മയുടെയും മകനായി 1958 മെയ് 28 രാജസേനൻ ജനിക്കുന്നു. PK ജോസഫിന്റെ സഹായിയായി മലയാള ചലച്ചിത്ര ലോകത്തെത്തിയ ഇദ്ദേഹം നമ്മൾ ഇന്ന് കാണുന്ന ഉയർച്ചയിലേക്ക് എത്തുവാൻ സ്വയം തീരുമാനിച്ച് 1984 സ്വതന്ത്ര സംവിധായകനായി മാറുകയായിരുന്നു. മകള് തന്നെ അവിടെ താമസിക്കുന്നത്. അവരിപ്പം താമസിക്കുന്നത് സഹോദരി അദ്ദേഹത്തിന്റെ അച്ഛനും അമ്മയൊക്കെ മരണപ്പെട്ടു. പിന്നെ സഹോദരിയുടെ വീട്ടിലാണ്. അവരെയൊക്കെ പേഴ്സണലായിട്ട് അറിയാമോ ആന്റിക്ക്? അറിയാം, കാര്യം തന്നെ അറിയാം. അവര് മോളൊക്കെ അങ്ങനെ തിരുവനന്തപുരത്ത് അങ്ങോട്ടൊക്കെയാണ്. അവരൊന്നും ഇവിടെ താമസിച്ചിട്ടില്ലല്ലോ കല്യാണം കഴിഞ്ഞെന്ന് പറഞ്ഞു. അതുകൊണ്ട് അവരെ കുറിച്ചൊന്നും അങ്ങനെ അറിയില്ല. വരുമ്പോഴും കാറിലാണ് അങ്ങ് പോണത്. തിരിച്ചതുപോലെ ഇറങ്ങിപ്പോ നമ്മളെങ്ങനെ കാണാൻ. അതന്നെ ആളിവിടെ ഉള്ളത് നിങ്ങൾക്ക് അഭിമാനമല്ലേ? അഭിമാനം തന്നെ. വീട്ടിന്റെ അടുത്ത് അതൊക്കെ ഉണ്ടല്ലേ, അങ്ങനെയുള്ളവരൊക്കെ ഉണ്ടല്ലേ, അതിനെ കുറിച്ച് അഭിമാനം തന്നെ. അതെ അതെ. ഞാനും പറയുന്ന രണ്ടാമത്തെ ഞാനെന്ന് പറയുന്ന ആളാണ് ഇത്. അതെ, സിനിമകളൊക്കെ കാണാറുണ്ടോ അദ്ദേഹത്തിന്റെ? സിനിമ കാണാറുണ്ട്, അഭിമാനമാണ്. അങ്ങനെ നമ്മൾ ചിലരെ ഈ കഥയ്ക്ക് വേണ്ടി എടുത്ത് പ്രതിഷ്ഠിച്ചുകൊണ്ട് വർക്ക് ചെയ്യേണ്ടി വരും. എന്നേക്കാൾ കൂടുതൽ നേരം നീ വെള്ളത്തിൽ മുങ്ങിക്കിടന്നാൽ നിന്നെ വെള്ളത്തിൽ വെച്ച് കിട്ടും.